ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ട്യൂബർ ഹാർവെസ്റ്റിംഗ് മെത്തേഡാണ്. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. നമുക്ക് ടെറസിലാണെങ്കിൽ ടെറസ് ഒന്നും വൃത്തികേടാകാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡ്. ആദ്യം തന്നെ ഇതിലെ അസോളയും വെള്ളവും ഒക്കെ നമ്മൾ മാറ്റി. അസോളയൊക്കെ നമുക്ക് നന്നായിട്ട് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിനകത്ത് കുറച്ച് പിണ്ണാക്കും മണ്ണും ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതൊരു സാധാ ചെടിച്ചട്ടിയാണ്. ഇപ്പം നിങ്ങൾ നഴ്സറിയിൽ നിന്നാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചട്ടികളിലായിരിക്കും നിങ്ങൾ വാങ്ങുന്നത്. അത് പിന്നീട് എന്ത് ചെയ്യണം, ഡോർമെൻ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ ട്യൂബറൊക്കെ ഇരുന്ന് നശിച്ചു പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് ബുദ്ധിമുട്ടൊന്നും കൂടാതെ എങ്ങനെയാണ് ട്യൂബർ എടുക്കുന്നത് എന്ന് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഈ ചട്ടി വലിയ ഒരു ബേസിനിലെ 3/4 ഭാഗത്തോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കമഴ്ത്തിയിടുക. സാവധാനം ചെയ്താൽ മതി. നമ്മുടെ പോട്ടിംഗ് മിക്സ് ഒട്ടും നഷ്ടപ്പെടാതെ നമുക്ക് ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ ട്യൂബർ അതിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് ഉലച്ച് കഴുകിയെടുക്കേണ്ട നല്ല വലിയ ട്യൂബറാണ്. ഇത് കാവേരിയുടെ ട്യൂബറാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാവേരി ആവശ്യമുള്ളവർ ഇതിലേക്ക് വാട്സപ്പ് ചെയ്യുക. നന്നായിട്ട് ഉലച്ച് കഴുകി ചെളിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്നുകൂടെ വേറൊരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. നോക്കി, അതിലേക്ക് ഇട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകി നന്നായിട്ട് കഴുകിയെടുക്കുക. കണ്ടോ, ഒന്നുകൂടെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ട്യൂബർ പല കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഒരുപാട് ഗ്രോത്ത് ടിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് 1-2 ടിപ്പ് വരുന്ന കണക്കിന് നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിനി കർണയുടെയും പിങ്ക് ക്ലൗഡിൻ്റെയും ഉണ്ട്. അപ്പോൾ ഇത് കൂടി ചേർത്ത് ഞാനൊരു സെയിൽ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ